നവീൻ പുതിയ അതിഥിയുമായി തുടരുക. നമുക്ക് വിനയ പുതിയ അതിഥിയുമായി എത്തുന്നുണ്ട്. വിനയ, കുറെ കുട്ടിക്കൂട്ടങ്ങൾ ഉണ്ടല്ലോ പുറകിൽ, ആരൊക്കെയാണ് അവർ? അത് എന്തായാലും ഇത്തവണ കുറച്ച് അധികം അതിഥികളുണ്ട്. എന്തായാലും വഞ്ചിപ്പാട്ടിൽ നിന്നൊന്ന് മാറ്റി പിടിക്കുകയാണ്. നമ്മുടെ നാടകത്തിന്റെ ടീംസാണ് എന്തായാലും നമ്മുടെ കൂടെ ഉള്ളത്. എവിടുന്നാ വരുന്നത്? കണ്ണൂരിന്നാണോ? ഈ കണ്ണൂർ ഇത്തവണ കപ്പ് കൊണ്ടുപോവോ? സാധ്യതകളുണ്ട്. അപ്പൊ നാടകമാണല്ലേ? എന്തായിരുന്നു നാടകത്തിന്റെ തീം? നാടകം വർണ്ണബോധം, വർണ്ണവ്യത്യാസം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ചെയ്തത്. അതേപോലെ തന്നെ ഈ അധികാരത്തിന്റെയും പല വേർഷനായിട്ടും ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ആദ്യമായിട്ടാണ് ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ്. എല്ലാവരും ആദ്യമായിട്ടാണ്. കഴിഞ്ഞ 8ാം ക്ലാസ്സിലുണ്ടായിരുന്നു. എന്തിനായിരുന്നു? വന്ദേമാതരം. വന്ദേമാതരം. ഓക്കെ, എന്തായാലും നമുക്ക് അവരുടെ നാടകം ഒന്ന് കണ്ടിട്ട് വരാം. ചെറിയൊരു പോഷൻ നാടകം. റെഡി അല്ലേ? എന്നാ പെട്ടെന്ന് റെഡി ആയിക്കോ. കുളിരി ഉന്മാദം, ഞാൻ ഈ ദേശത്തിനധിപൻ, എട്ടുകാലി ചാത്തൻ, കഥാതന്തു, വർഗബോധം, വർണ്ണവ്യത്യാസം. എന്തായാലും നന്നായി തന്നെ കഴിഞ്ഞു. നാടകം കഴിഞ്ഞില്ലേ? കിട്ടിയോ? എ ഗ്രേഡ്. അപ്പൊ എ ഗ്രേഡ്, കണ്ണൂരിന് ഒരു എ ഗ്രേഡ് കൊണ്ടുപോയത് ഈ നാടകത്തിൽ നിന്നാണല്ലേ? അടുത്ത വർഷം എന്തായാലും കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുമായിരിക്കുമല്ലോ അല്ലേ? വഞ്ചിപ്പാട്ട് കഴിഞ്ഞ് വന്നേ ഉള്ളൂ അല്ലേ? അതെ. ക്ഷീണുണ്ടോ? ഇല്ല. എന്തായാലും കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ അങ്ങനെയാണ്. നമുക്ക് എന്ത് ക്ഷീണം അല്ലേ? നമുക്ക് ക്ഷീണമൊന്നുമല്ലേ, നമ്മൾ ഈ കപ്പും കൊണ്ട് കണ്ണൂരിലോട്ട് പോകുമല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ കണ്ണൂരിന്റെ വിശേഷങ്ങള്. ഈ നാടകം നടക്കുന്ന കുട്ടികളാണ് ഇപ്പൊ നമ്മുടെ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വഞ്ചിപ്പാട്ടും ഉണ്ടായിരുന്നല്ലേ ഇവർക്ക്? കണ്ണൂർ ഇത്തവണ കപ്പ് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇവരുടെ ഉറച്ച വിശ്വാസം. കണ്ണൂർ കപ്പ് കൊണ്ടുപോകാൻ തന്നെയാണ് അവരും ഉഗ്രമായി പരിശ്രമിക്കുന്നത്. നവീൻ പുതിയ അതിഥിയുമായി എത്തിയിട്ടുണ്ട്. നവീൻ, പുതിയ അതിഥികളുടെ വിശേഷങ്ങളിലേക്ക്.